സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും ദൈവനാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് തിരഞ്ഞെടുത്ത ഒരു വചനം വായിക്കുന്നു. ഉൽപ്പത്തി 3:6. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 6-ാം വാക്യം. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാൺമാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യോ എന്ന് സ്ത്രീ കണ്ട് ഫലം പറിച്ചു തിന്ന് ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. കർത്താവിൽ പ്രിയരെ, നാം ഇന്ന് ഈ പ്രഭാതത്തിൽ ധ്യാനിക്കുന്നത് 3 വൃക്ഷങ്ങളെക്കുറിച്ചാണ്. ബൈബിളിലെ ഏറ്റവും പ്രാധാന്യമുള്ള 3 മരങ്ങൾ. ആദ്യത്തെ വൃക്ഷമാണ് നാം വായിച്ചു കേട്ട ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 6-ാം വാക്യത്തിലെ ആദം ഹവ്വ ദമ്പതികൾ. അവർക്ക് ദൈവം നിഷേധിച്ചിരുന്ന അഥവാ വിലക്കപ്പെട്ടിരുന്ന ഫലമുള്ള ആദ്യത്തെ വൃക്ഷം. ഈ വൃക്ഷഫലമാണ് അവർ ഭക്ഷിച്ച് അനുസരണക്കേട് കാട്ടി പാപത്തിൻ്റെ ഉത്ഭവത്തിന് കാരണമായി തീർന്നത്. രണ്ടാമതായി ഒരു വൃക്ഷം അഥവാ ഒരു മരം നാം കാണുന്നത് സുവിശേഷത്തിലാണ്. യേശുനാഥൻ മാനവരക്ഷയ്ക്കായി ക്രൂശ് മരത്തിൽ തൂങ്ങി മരിക്കുവാനിടയായി. റോമ ഗവൺമെൻറ്റിൻ്റെ പട്ടാളക്കാർ നിർമ്മിച്ച ക്രൂശ് മരം. ഈ ക്രൂശ് മരത്തിൽ തൂങ്ങിയാണ് ലോകരക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ മരണം സംഭവിച്ചത്. ഈ മരണം മാനവജാതിക്ക് ജീവനേകുന്ന, നിത്യജീവനേകുന്ന, പാപക്ഷമയേകുന്ന മരമായി തീർന്നു. അവസാനമായി ഒരു മരം, ഒരു വൃക്ഷം നാം വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ കാണുന്നു. ജല നദിയുടെ അരികിലാണ് അത് നട്ടിരിക്കുന്നത്. ആ വൃക്ഷത്തിൻ്റെ പ്രത്യേകത ഓരോ മാസത്തിലും പുതിയ ഫലം എന്നുള്ളതാണ്. മാത്രമല്ല, ആ വൃക്ഷത്തിൻ്റെ ഫലം ഓരോ മാസവും പുതിയതായിരിക്കുമ്പോൾ തന്നെ ആ വൃക്ഷത്തിൻ്റെ ഇല രോഗശാന്തിക്ക് ഉതകുകയും ചെയ്യുന്നു. നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന വലിയൊരു സന്ദേശം ഈ 3-ാമത്തെ വൃക്ഷ ഫലമായി നമുക്ക് ധ്യാനിക്കാം. ഓരോ മാസവും പുതിയ ഫലം പുറപ്പെടുവിക്കുന്ന ഒരു അനുഗ്രഹീത വൃക്ഷമാണിത്. നാം ഓരോ മാസവും, ഓരോ വർഷവും, ഓരോ ദിവസവും പുതുക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകത ഇവിടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. ഈ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിലെ ജീവവൃക്ഷം മാസത്തിലൊരിക്കൽ പുതിയ ഫലം പുറപ്പെടുവിക്കുന്നുവെങ്കിൽ, ഈ ലോകത്തിൽ ഒരു വൃക്ഷം പോലെ നമ്മെ ദൈവം നട്ടിരിക്കുമ്പോൾ നാം ഓരോ ദിവസവും നമ്മെ നട്ടിരിക്കുന്ന സൃഷ്ടാവായ ദൈവമുമ്പിൽ പുതിയ ഫലം പുറപ്പെടുവിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു.
അതെ, 3 വൃക്ഷങ്ങളെക്കുറിച്ച് നാം ധ്യാനിച്ചു. ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ള മരം ഏതാണ്? അതെ, രണ്ടാമതായി നാം ധ്യാനിച്ച കാൽവരിയിൽ യേശുനാഥൻ തൂങ്ങി മരിച്ച ക്രൂശ് മരം. ഉൽപ്പത്തിയിലെ നാം ധ്യാനിച്ച മരം പാപത്തിൻ്റെ ഉത്ഭവത്തിന് കാരണമായി തീർന്നു എങ്കിൽ, സുവിശേഷത്തിൽ നാം ധ്യാനിച്ച മരം പാപത്തിൻ്റെ അവസാനത്തിന്, അഥവാ പാപത്തിൽ നിന്ന് മാനവരാശിയെ രക്ഷിക്കുന്നതിന് കാരണമായി തീർന്നു. ആമേൻ, ആമേൻ.